കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് പോരാ. ആമേൻ. സന്തോഷത്തോടെ ശബ്ദം ഉയർത്തി ആമേൻ. വീട്ടിലൊക്കെ നമ്മൾ ശബ്ദിക്കുന്ന അതേ ശബ്ദത്തിൽ ആമേൻ. വീട്ടിൽ നമ്മൾ ശബ്ദിക്കുന്ന ഒരു ശബ്ദമുണ്ട്. നമ്മൾ 4 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം, നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം, നമ്മുടെ മക്കളുടെ അടുത്ത് ഒരു ശബ്ദം, ഹസ്ബൻഡിൻ്റെ അടുത്ത്, വൈഫിൻ്റെ അടുത്ത്, ആമേൻ, നമ്മുടെ അധ്യാപകരുടെ അടുത്ത്, ആമേൻ. നമ്മൾ നിൽക്കുമ്പോൾ പലയിടത്തും പല രീതിയിലുള്ള സംസാര ശൈലിയും ആമേൻ കൈ ഉയർത്തലുകളും കാലുയർത്തലുകളും സംസാരമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിയ വേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടേ? ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ആ ശബ്ദത്തിന് അത്ര പോരാ. ആമേൻ. എങ്കിലും ഞാൻ വിടുന്നു. എൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? സ്തുതിച്ചു കൊണ്ടിരിക്കണം. കാരണം സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നമ്മൾ സ്തുതിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ ഓരോ സ്തുതിയിലും സ്തോത്രത്തിലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മുടെ സ്തോത്രം കുറയുമ്പോൾ നമ്മൾ ചിന്തിച്ചോളണം, എൻ്റെ അനുഗ്രഹം എവിടെയോ കുറഞ്ഞു പോകുന്നുണ്ട്, എൻ്റെ മേലുള്ള ദൈവിക പ്രവൃത്തി എവിടെയോ കുറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് സ്തുതിക്കുവാൻ കിട്ടുന്ന അവസരം ആമേൻ വീട്ടിലായിരിക്കുമ്പോഴും ബസ്സിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ ഉറച്ച് സ്തുതിക്കണമെന്നല്ല പറഞ്ഞത്. ആമേൻ. നമ്മുടെ നാവ് എപ്പോഴും, നമ്മുടെ മൈൻഡ് എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. കർത്താവേ, നീ എന്നെ നടത്തിയതിനായി സ്തോത്രം, നീ എന്നെ പരിപാലിച്ചതിനായി സ്തോത്രം, നല്ല കുടുംബം തന്നതിനായി സ്തോത്രം, നല്ല മക്കളെ തന്നതിനായി സ്തോത്രം. ആമേൻ. ഇതിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ കാണും, എന്നാലും വിട്ടുകൊടുക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. കാരണം ആമേൻ, പ്രശ്നമുള്ള ജീവിതത്തിനകത്തും നിങ്ങൾ വിളിച്ചു പറയുവാൻ, പ്രശ്നത്തെ നോക്കി വിളിച്ചു പറയണം, കർത്താവേ, നീ ഇത് തന്നതിനായി സ്തോത്രം, ഈ അനുഗ്രഹം എനിക്ക് തന്നതിനായി സ്തോത്രം, നല്ല കുടുംബജീവിതം തന്നതിനായി സ്തോത്രം, നല്ല വിദ്യാഭ്യാസം തന്നതിനായി സ്തോത്രം. ആമേൻ. ആരതിന്മേൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമോ, ചിലപ്പം കൊള്ളരുതാത്ത ഭാര്യയായിരിക്കും, ചിലപ്പം കൊള്ളരുതാത്ത ഭർത്താവായിരിക്കും, ചിലപ്പം കൊള്ളരുതാത്ത മക്കളായിരിക്കും. ഞാൻ പറയട്ടെ, ആമേൻ, സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഓരോ വാക്ക് പുറപ്പെടുവിക്കുമ്പോഴും അവർ നമുക്ക് അനുഗ്രഹമായി മാറും, അവർ നമുക്ക് ആമേൻ വിലപ്പെട്ടതായി മാറും. അവരുടെ ജീവിതത്തിൽ നിന്ന് പരാജയമെന്ന് നമ്മൾ ചിന്തിച്ച ആ വ്യക്തികളിൽ നിന്ന് തന്നെ പ്രതീക്ഷയുടെ കിരണങ്ങൾ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ കിരണങ്ങളെ കർത്താവ് ചെയ്യുവാനിടയിൽ. രാവിലത്തെ സെക്ഷനിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. വലിയൊരു ആത്മസാന്നിധ്യം, വലിയൊരു ആത്മനിറവായിരുന്നു. ആമേൻ. അതിനുശേഷം ഞാനൊരു സഹോദരിയുമായി, ആമേൻ, അവിടെ കടന്നു വന്ന ഒരു സഹോദരിയുമായി സംസാരിച്ചപ്പോൾ താൻ പറഞ്ഞൊരു വാക്കിതാണ്, തൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 23 വർഷമായി. ആമേൻ. ഈ 23 വർഷത്തിനിടയിൽ ലവ് മാരേജ് ആയിരുന്നു. ആദ്യത്തെ തൻ്റെ വിവാഹം ഒരു ഫെയിലുവർ ആയിരുന്നു. സെക്കൻഡ് മാരേജ് ആണ്. തനിപ്പോൾ വിവാഹം കഴിച്ച ഹസ്ബൻഡ്, തനിക്ക് 2 മക്കളെ ദൈവം അതിലൂടെ കൊടുത്തു. എന്നാൽ അവർ പറയുന്നു, 23 വർഷമായി തൻ്റെ ഭർത്താവുമായി ആമേൻ ഇവർ ആദ്യത്തെ വിവാഹം കഴിഞ്ഞു, ഡിവോഴ്സ് ആയതിനു ശേഷം ആമേൻ ഇവർ തമ്മിൽ കണ്ടിഷ്ടപ്പെട്ട് ആമേൻ വിവാഹം കഴിച്ചതാണ്. അവർ അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ്. ആമേൻ. അവരെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. അദ്ദേഹം ഒരു മുസ്ലിം, ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, അതല്ല അതിനകത്തുള്ള വിഷയം. ആമേൻ. ആ സ്നേഹിച്ച കാലഘട്ടങ്ങളിൽ ആമേൻ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോവും, സന്തോഷമായി ഇരിക്കും, സന്തോഷമായി ഭക്ഷണം കഴിക്കും. ആമേൻ. കൃത്യസമയത്ത് വീട്ടിൽ വരും, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആ ഒരാഴ്ച കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു അവർ പറഞ്ഞതും പ്രതീക്ഷിച്ചതും ആമേൻ അവർ സ്വപ്നം കണ്ടതുമായിട്ടുള്ള ലൈഫ് സ്റ്റൈലല്ല. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആമേൻ എന്തായിരുന്നു ഈ സഹോദരൻ സ്നേഹത്തോടെ ചക്കരവാക്കുകൾ പറഞ്ഞത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റിവേഴ്സ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു തൻ്റെ ജീവിതത്തിനകത്ത്. ഏകദേശം 1 വർഷത്തോളമായി ഞങ്ങൾ തമ്മിൽ പ്രിയ സഹോദരിയുമായി പരിചയപ്പെട്ടിട്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ ഈവനിങ് സെക്ഷനിൽ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആമേൻ പ്രിയ സഹോദരി ആമേൻ കുറേ വല്ലപ്പോഴൊരിക്കൽ മോർണിംഗ് സെക്ഷനിൽ അവിടെ വരും, പിന്നെ കുറച്ച് നാൾ വരാതിരുന്നു. അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലിയ അത്ഭുതം ചെയ്തതാണ്. തൻ്റെ മകൾ മരിച്ചു പോകാനുള്ളതായിരുന്നു. വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടെ ശ്വാസം എടുത്തതാണ്. വലിയൊരു ഫെയിലുവർ, പരാജയം അവരുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുടെ ചങ്ങല, സഭയുടെ പ്രാർത്ഥന കുഞ്ഞിനെ ആമേൻ മരണത്തിൻ്റെ കിടക്കയിൽ നിന്ന് കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ആമേൻ. അത് കഴിഞ്ഞ് ആമേൻ പ്രിയ സഹോദരി ഞങ്ങളുടെ മോർണിംഗ് സെക്ഷനിൽ റെഗുലറായിട്ട് ആ കുഞ്ഞുങ്ങളുമായി ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നു. പേഴ്സണലി ഒത്തിരി വിഷയങ്ങൾ പ്രിയ സഹോദരി എന്നോട് ഷെയർ ചെയ്തു. പക്ഷേ ആമേൻ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ആമേൻ നിൻ്റെ കുടുംബ ജീവിതത്തിനകത്തുള്ള ആഴത്തിലെ തകർച്ചയെ കർത്താവ് പണി. ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഈ സഹോദരിയുമായി ആമേൻ ഒരു ദിവസം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് കൗൺസിലിംഗ് ആയിരുന്നു. ഫോണിലൂടെ ഒത്തിരി സമയം ഞാൻ ആ സഹോദരിയുമായി സംസാരിച്ചു. തൻ്റെ ഉള്ളിനകത്തുള്ള പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തനിക്ക് ഒളിച്ചു വെക്കാൻ പറ്റിയില്ല. കുറേ കാര്യങ്ങൾ താൻ എന്നോട് ഷെയർ ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച് പൊട്ടിപ്പോയ ചില ബന്ധങ്ങളെ കർത്താവ് കൂട്ടി യോജിപ്പിക്കുകയാണെന്ന്. ഇന്ന് രാവിലെ ആ സഹോദരി
സഹോദരി ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞപ്പോൾ ആമേൻ ഞാനുമായി ഷെയർ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത്, സിസ്റ്ററെ, പരിശുദ്ധാത്മാവിനൊന്നും മറവല്ല. ആമേൻ, എന്ന് നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി കുടുംബമായി സഭയായി പ്രാർത്ഥിച്ചു തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ വീടിനകത്തുള്ള ആ ബന്ധനത്തെ, എൻ്റെ കുടുംബ ജീവിതത്തെ തകർത്ത, ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം സംസാരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ആമേൻ ഞാനുമായി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിജക്റ്റ് ചെയ്ത ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ഒരു വിവാഹത്തിന് ഒരുമിച്ച് മക്കളുമായി, പ്രിയ സഹോദരനും സഹോദരിയുമായി ഒരുമിച്ച് ആമേൻ അവരൊരു വിവാഹത്തിന് പോയി, അവിടെ പോയി അനുഗ്രഹിക്കപ്പെട്ട സദ്യ കഴിച്ചു, അതിനുശേഷമായി മക്കളുമായി കറങ്ങാൻ പോയി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞു, ആമേൻ, ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഇതാണോ വിഷയം? അപ്പോൾ എന്നോട് ചോദിക്കുക, സിസ്റ്റർ ഇത് ഇത്ര സിമ്പിളാണോ? ആമേൻ ആമേൻ. പക്ഷേ എനിക്കത് സിമ്പിളായിട്ടില്ല, ഞാനത് സീരിയസ് ആയിട്ടത്. പക്ഷേ അവരെന്നോട് പറഞ്ഞത്, സിസ്റ്ററെ, ഇത് സിമ്പിളായിട്ട് സിസ്റ്ററിന് തോന്നിയോ? അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു. അവരെന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേക്കും ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ച് പുറത്ത് പോകണം, ഒരുമിച്ച് സന്തോഷിക്കണം. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത് ഇതാ, എൻ്റെ പപ്പയ്ക്ക് ഒത്തിരി മാറ്റം വന്നു സിസ്റ്റർ. ഈ 2 ആഴ്ചയ്ക്കിടയിൽ അമ്മയോട് സിസ്റ്റർ എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയോ ആ 2 ആഴ്ചയ്ക്കിടയിൽ എൻ്റെ പപ്പയും അമ്മയും തമ്മിലുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. ഇന്ന് പകലിലും അവരോട് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു, പൊട്ടിപ്പോയ ചിലതിനെ കർത്താവ് മടക്കി വരുത്തും. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അനുവദിച്ചാൽ 2025 അവസാനിക്കുന്നതിന് മുമ്പേ മോർണിംഗ് സെക്ഷനിൽ ആ സഹോദരൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. പ്രൈസ് ദി ലോർഡ്. താൻ റിജക്റ്റ് ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി ഞങ്ങൾ രണ്ടുപേരുവാ. ആമേൻ. ബാക്കിയുള്ള എല്ലാവരെയും അത് റിജക്റ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞങ്ങളുമായി വലിയ സ്നേഹത്തിൽ. അപ്പോൾ ദൈവം, ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, 2025 അവസാനിക്കുന്നതിന് മുമ്പേ ആ സഹോദരനെയും കർത്താവ് ദൈവപാദപീഠത്തിൽ കൊണ്ടുവരും. ഞാനിത് പറഞ്ഞതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, ദൈവം ഒരു വാക്ക് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നു, ആമേൻ, കഴിഞ്ഞ പ്രാവശ്യം സുനിൽ ബ്രദർ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, ആമേൻ, നിന്റെ തലമുറകളിലൂടെ നിന്റെ ചരിത്രം മാറും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങൾ എന്നോട് ഷെയർ ചെയ്യുവാനിടയായി. ആമേൻ ആമേൻ. വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അന്ന് കർത്താവ് ചരിത്രത്തെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ദൈവം പറഞ്ഞ വാക്കിനൊരു മാറ്റവും വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരാജയത്തിൻ്റെ പടകുകളെ നികത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ ഈ ദിവസങ്ങളിൽ അത്ഭുതത്തിൻ്റെ വിടുതലുകൾ അനുഭവിക്കുവാൻ പോകുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്തിൽ, നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് മനുഷ്യർ പറയട്ടെ, മനുഷ്യരുടെ വായെ നമുക്ക് മൂടിക്കെട്ടുവാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം കുടുംബങ്ങൾക്ക് തിറങ്ങും കേട്ടോ. അവൻ ഏത് അസ്ഥികൾക്കകത്തേക്കും തുളച്ചു ചെല്ലുവാൻ കഴിയുന്ന അവൻ ലേസറിന് മാത്രമല്ല, അതിനേക്കാൾ പവറോടുകൂടെ, അതിനേക്കാൾ ശക്തിയോടുകൂടെ, അതിനേക്കാൾ ആമേൻ ഊഷ്മളതയോടെ, അതിനേക്കാൾ ശക്തിയോടെ ഇറങ്ങുവാൻ ചെല്ലുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്. ആമേൻ. ഏത് കാരാഗ്രഹത്തിനകത്തും, ഏത് ആമേൻ ഹല്ലേലൂയ ഇരുളും നിറഞ്ഞ അവസ്ഥയ്ക്കകത്തും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള നല്ലവനായ കർത്താവ്. ഇന്ന് വൈകിയ വേളയിൽ ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ആമേൻ ജിത്തു പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ 2 പോർഷൻ ഞാൻ എടുത്തു. പക്ഷേ 2ഉം ജിത്തു കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി തുടരുതേ, അതെങ്കിലും എനിക്ക് പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഇടയായി ആമേൻ ഞങ്ങൾ എവിടെ ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ പോകുന്നോ അവിടെയൊക്കെ ആമേൻ ഇദ്ദേഹമായിരിക്കും, പാസ്റ്ററായിരിക്കും ആദ്യം പ്രസംഗിക്കുന്നത്, അതിനുശേഷമായിരിക്കും ഞാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ വെച്ച് പരസ്പരം ആമേൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. പക്ഷേ ഇനി സംസാരിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളൊരു മീറ്റിങ്ങിന് ആമേൻ ഞങ്ങളൊരു മീറ്റിങ്ങിന് ക്ഷണിച്ചു. അതിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ്റെ ഇടയിൽ ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയി. രാത്രിയില്ല ആമേൻ മീറ്റിങ്ങിന് ആമേൻ നിന്നപ്പോൾ ആദ്യത്തെ ആമേൻ സെക്ഷൻ പാസ്റ്റർ ആയിരുന്നു. ആമേൻ പാസ്റ്റർ ലീഡ് ചെയ്യുന്ന സമയത്ത്, പാസ്റ്റർ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത അതേ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം, അതേ വാക്ക്, അതേ സെൻറ്റൻസ് ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു, കർത്താവേ, ഇനി ഞാനെന്ത് പ്രസംഗിക്കും? ഞാനും പാസ്റ്ററും ഒക്കെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നതാണ് പ്രസംഗിക്കുന്നത്. ആമേൻ. ഞാനിങ്ങനെ വിശ്വാസത്തോടെ വരും, എന്നോട് കർത്താവ് സംസാരിക്കും. ആ സംസാരിക്കേണ്ട സമയമാകുമ്പോൾ ദൈവാത്മാവ് എനിക്ക് ദൈവവചനം തരും, ഞാൻ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ആമേൻ ജിത്തുവും ആമേൻ അതേപടി ഞാൻ എടുത്തു. ആ സക്കായിയെ കുറിച്ച് പ്രസംഗിക്കുവാൻ എടുത്തു. ദൈവം തന്ന 1-2 ആലോചനകളുണ്ടായിരുന്നു. ഞാൻ എന്ത് സംസാരിക്കുവാൻ പദ്ധതി ഒരുക്കോ അതെല്ലാം ജിത്തു പറഞ്ഞു. സന്തോഷവാ. ആമേൻ. ആത്മാവ് ഒന്നാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ആരിലൂടെ സംസാരിക്കണം എന്തെന്നും ആരിലൂടെ പറയണമെന്നും ആമേൻ അത് ദൈവത്തിൻ്റെ ആമേൻ പ്രവൃത്തിയാണ്. രണ്ടാമത് ആമേൻ ഞാൻ എടുത്തു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ ഹല്ലേലൂയ 16-ാം അധ്യായം അതിൻ്റെ ആമേൻ 31-ാമത്തെ വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അതും വചനം അവനെടുത്തു. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇനി ഇതിനോടും അവൻ സംസാരിക്കുമോ? ആമൻ എന്തായാലും അതോടെ ആമൻ സ്റ്റോപ്പ് ചെയ്ത് എന്തായാലും പ്രാർത്ഥിക്കുവാനിടയായി. അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാനുള്ളൊരു അവസരം കൂടി ആമേൻ കർത്താവ് നൽകി. ആമേൻ. അതാ ഞാൻ പറഞ്ഞേ, ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ കണക്റ്റഡാ. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെ ചെയ്യനാ. കർത്താവ് നമ്മളോട് സംസാരിക്കും. ആരെന്ത് സംസാരിക്കണമെന്ന് അത് കർത്താവാ നിശ്ചയിക്കുന്നത്. ആമേൻ. ആമേൻ.
ഇന്ന് സക്കായി അല്ലായിരുന്നു ആവശ്യം. ആമേൻ ആമേൻ എന്നിലൂടെ ഇന്ന് കേൾക്കേണ്ടത് ആമേൻ വെളിച്ചം കണ്ട് പുറത്തു വരുന്ന ഒരു കുടുംബമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഇന്ന് വൈകിയ വേളയിലും ഇരുളിൽ കിടക്കുന്ന ആരോ ആമേൻ പുറത്ത് വെളിച്ചം തേടി വരുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എവിടെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആരുടെയോ കുടുംബത്തിനകത്ത്, ഈ ശബ്ദം കേൾക്കുന്ന ആരുടെയോ ലൈഫിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തികളുണ്ട്, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇന്ന് പകലിൽ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും ആമേൻ രക്ഷ പ്രാപിക്കും. അതെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ, ഞാൻ പറയട്ടെ, നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇതിനകത്ത് ചിലപ്പോൾ ആമേൻ നിങ്ങൾ തന്നെയായിരിക്കാമായിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കത്തില്ല. എൻ്റെ ശബ്ദം ആമേൻ സ്ക്രീനിലൂടെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ തന്നെയായിരിക്കാം ആമേൻ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ പുറത്തു വന്നത്. ആമേൻ ഓരോരുത്തരും ആമേൻ ദൈവത്തെ അറിഞ്ഞ് ദൈവപാദപിടത്തിൽ യേശു എന്തെന്നറിഞ്ഞ് യേശുവിൻ്റെ മാർവോട് ചേർന്നിരിക്കണമെങ്കിലൊരു കാരണമുണ്ടില്ലേ? ആമേൻ നിങ്ങളോട് വ്യക്തിപരമായി ചോദിച്ചാൽ, എന്തിനാ നിങ്ങൾ ഈ യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ആമേൻ നിങ്ങൾ പാരമ്പര്യമായി അറിഞ്ഞതാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. ആമേൻ ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്തും ഓരോരോ സന്ദർഭങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഓരോരോ സാഹചര്യങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലൂടെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ആ സമയത്തൊന്നും വിളിച്ച യാതൊരുവിധ ദൈവങ്ങൾക്കും നമ്മുടെ ജീവിതത്തിനകത്തൊരു മറുപടിയോ ഒരു വിടുതലോ ഒരു ആശ്വാസമോ കണ്ടെത്തി തരുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരമ്മയെപ്പോലെ, ഒരപ്പനെപ്പോലെ, ഒരു പിതാവിനെ പോലെ കൂടെ വന്നിരുന്ന്, മകനെ നീ കരയണ്ട, മകളെ നീ കരയണ്ട, നീ ആത്മഹത്യ ചെയ്യണ്ട, നിനക്കൊരാശ്വാസമായി കൂടെ ഇരുന്ന ആ നല്ല കർത്താവിനെ നിങ്ങൾ രുചിച്ചറിഞ്ഞതുകൊണ്ട് ആമേൻ നിങ്ങൾ ഇതിനകത്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആമേൻ കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുമെങ്കിൽ, ആമേൻ ആമേൻ. ചിലപ്പോൾ ആമേൻ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഞാൻ മാത്രമല്ലേ പള്ളിയിൽ പോകുന്നത്, ഞാൻ മാത്രമല്ലേ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നീ കേൾക്കുന്ന വചനം അത് നിന്നിൽ ഒതുങ്ങിക്കൂടത്തില്ല, അത് ചലിക്കുന്നതാ. എത്ര പേർ വിശ്വസിക്കുന്നു? അത് ജീവനുള്ളതാ. അത് നീ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം ഇറങ്ങും. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ഇറങ്ങും, നീ ആയിരിക്കുന്ന രാജ്യത്തിറങ്ങും. നിന്റെ തലമുറ എവിടെയാകട്ടെ, ആമേൻ നിന്റെ കുടുംബം എവിടെയാകട്ടെ, അവിടെ ആ വചനം ഇറങ്ങി ചെല്ലും. നീ അടുത്ത് ചെല്ലുമ്പോൾ വിശ്വാസത്തോടെ നീ പ്രാപിച്ചതിനെ നിന്റെ ഭവനത്തിനകത്ത് കൊണ്ടുചെന്ന് നീ കൊടുക്ക്. നിശ്ചയമായി ഞാൻ പറയട്ടെ, ചില രൂപാന്തരങ്ങൾ, ചില വിടുതലുകൾ, ജൂഡവന ശിയാംതനാരകൾ പ്രൗഢവന അൽകൽ ശമന വൈഡമന ഹദനഘടക ശിയാംതനഘടക ശിയാംതനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നിലൂടെ ആമേൻ ആമേൻ വ്യാപരിക്കുന്ന സ്പിരിറ്റ്, ആ ശക്തി, ആത്മാവിൻ്റെ സാന്നിധ്യം നിശ്ചയമായി ഞാൻ പറയട്ടെ നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇന്ന് വൈകിയ വേളയിൽ ഞാൻ പറയട്ടെ, നിനക്ക് വിരോധമായി ആരാണോ നിൽക്കുന്നത് നിന്റെ പട്ടണത്തിൽ, ആമേൻ ഈ വചനം ചിലതിനെ പുറത്താക്കും, ചിലതിനെ മാനസാന്തരപ്പെടുത്തും. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുവാൻ പറയുന്നു. നിനക്ക് വിരോധമായി നിൽക്കുന്നത് നിന്റെ ആത്മീക ജീവിതത്തിന്, നിന്റെ ശുശ്രൂഷയ്ക്ക്, ജൂഡബബ ശബ്ദനാരകൾ കടകശി, നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന്, നിന്റെ തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സമായി അവിടെ താമസിക്കുവാൻ കഴിയാത്ത തരത്തിൽ, അവിടെ ജീവിക്കുവാൻ പറ്റാത്ത തരത്തിൽ തടസ്സമായി നിൽക്കുന്നത് ഇന്ന് രാത്രി നീ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് നീ മടങ്ങിച്ചെന്നോ ആമേൻ ഇന്നുവരെ കാണാത്ത ചില വിടുതൽ നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില ലോത്തുമാരെ ഇടയിൽ കിടന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ നിന്റെ നന്മയെ തിന്നുന്ന ചില ലോത്തുമാർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലരും ആമേൻ ചിന്തിക്കുന്നുണ്ട്, ആമേൻ അയ്യോ അത് ലോത്തല്ല, എൻ്റെ സഹോദരനല്ലേ. ആമേൻ ഇന്ന് വൈകിയുള്ളവരോട് കർത്താവ് അങ്ങനെ പറയുവാൻ പറയുന്നു. ആമേൻ സഹോദരനെ പോലെ കൂടെ നിന്ന് ആമേൻ ചതിക്കുന്ന ചില ലോത്തുമാർ. ആമേൻ നിന്റെ ആത്മീകവും തകർത്ത്, നിന്റെ സന്തോഷവും തകർത്ത്, നിന്റെ നന്മകളെയും തകർക്കുന്ന ചില ലോത്തുമാർ. അതൊരു പിശാച കേട്ടോ. ആമേൻ അതൊരു ദുഷ്ടശക്തിയാ. ഇന്ന് പകലിൽ അതിനെ നീ നോക്കി നീ ശാസിക്കുവാൻ തയ്യാറാക്. ആമേൻ ചില ലോത്തുമാർ പോകുമ്പോൾ ദൈവം നിന്നെ പച്ചപ്പുൽ മേൽപ്പുറത്തിൽ കൂടെ ചില പുഷ്ടിയുള്ള സ്ഥാനത്തേക്ക് ആമേൻ ഒരു സ്പ്ലിറ്റിംഗ് ചൂടബവ ശബ്ദനാരകൾ കടകശ. എനിക്കറിയത്തില്ല എന്തിനാ കർത്താവ് ഈ ദൂതനോട് ഇപ്പൊ പറയുവാൻ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ആമേൻ പച്ചയായ പുൽപ്പുറത്തിൽ ഇന്നുള്ള മരുഭൂമിയെ മാറ്റി പച്ചയായ പുൽപ്പുറത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ കരം പിടിച്ച് മാറ്റുവാൻ പോകുക. ചൂടപന
രഗതനഘടക ശംധനാരകൾ ഘടകശിയാം തന്നെ അർഥുന വൈഡൽ ശമന ഘടകശിയാം തന. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയണം. ഈ ദിവസങ്ങളിൽ ദൈവം ചില ലോത്തുമാരെ മാറ്റിയിട്ട് നിന്നെ മാറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ അവിടെ ആക്കി നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞത് കർത്താവ്. നിന്റെ തലമുറയെ ആ ദേശത്ത് ആമേൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത് കർത്താവ്. ആമേൻ, ഇന്ന് കൊള്ളരുതാത്തവരാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, നാളത്തെ ശക്തന്മാരാവ്. ആമേൻ, നാശത്തിൽ കിടക്കുന്ന ഒത്തിരി പേരെ പുറത്തെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മക്കള്. ഞാൻ പറയട്ടെ, അവരെ ആ ദേശത്ത് മാനിക്കാതെ എൻ്റെ കർത്താവ് എവിടെ കൊണ്ടുപോയാ മാനിക്കേണ്ടത്? അവിടെ മാനിച്ചതിന് ശേഷം അബ്രഹാമിന്റെ സന്തതിയായ നിന്റെ തലമുറയ്ക്ക് ഒരു പുറപ്പെടലുണ്ട്. ഇന്ന് പകലിൽ ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതിത, ആമേൻ, നിന്റെ തലമുറ ആ പട്ടികയ്ക്കകത്തുള്ളത്, വാഗ്ദത്തത്തിന്റെ പട്ടികയ്ക്കകത്ത് കിടക്കുന്നത് ദൈവം ഒരു മാന്യതയുടെ പുതപ്പ് ചൂടവന രഖലഘടക ശംധനാരകൾ ഘടകശി അർഥുന വൈഡവന ഹതനഘടക ശംധനാരകൾ ഘടകശിയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, നീ ചിലതിനെ ഒന്നും മാറ്റാൻ ശ്രമിക്കേണ്ട, പക്ഷെ കർത്താവ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് തടസ്സമായി നിൽക്കുന്നതിനെ ആമേൻ എന്നോട് കർത്താവ് അങ്ങനെ ദൂത് പറയുവാൻ പറയുന്നു. ആമേൻ, അത് എത്ര പേർ എങ്ങനെ അത് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നിനക്ക് വിരോധമായി നിൽക്കുന്നതിനെ ആമേൻ നീ അറിയാതെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നീ അതിൻ്റെ പുറകെ മൂക്കം പിഴിഞ്ഞു പോകണ്ട. ഇതൊരു ദൈവപ്രവൃത്തിയാണ്. ചില സ്ഥലങ്ങളിൽ ഭാഷ കലങ്ങിയത്, ചില കലങ്ങളിൽ ആമേൻ സ്ഥലങ്ങളിൽ ആമേൻ പ്രതിസന്ധികൾ നേരിട്ടത് ദൈവം ചിലതിന് വേറിടാന് ആമേൻ കരയെയും കടലിനെയും തമ്മിൽ അവൻ സ്പ്ലിറ്റ് ചെയ്തത് എന്തിനാണെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലതിനൊക്കെ അതിര് വേണം, ചിലതിനൊക്കെ അതിര് വേണം. സ്വർഗം അങ്ങനെ ചെയ്യുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, കരയ്ക്കും കടലിനും ആമേൻ ചില സമയങ്ങളിൽ ഒത്തുപോകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. നീ നിൽക്കുന്നിടം കൂടെ കൊണ്ടുപോകും. അത് സൂക്ഷിച്ചോളണം. ഹല്ലേലൂയ. ആമേൻ, നിന്റെ കൃപയെ നീ സൂക്ഷിച്ചോളണം. ആമേൻ, നീ ഇടപെടുമ്പോൾ നിന്റെ കൃപയെ നീ സൂക്ഷിച്ചോളണം. നീ അറിയാതെ നിന്നെ ബന്ധിക്കുന്ന ചില മേഖലകളുണ്ട്. എനിക്കറിയത്തില്ല, ഇന്ന് പകൽ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോ. ആമേൻ, ദൈവപ്രവൃത്തി നിന്റെ മുമ്പിൽ സ്വർഗം അയക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നാളുകൾ കൊണ്ട് കരയുന്ന ചില കരച്ചിലുകൾ, നാളുകൾ കൊണ്ട് നീ ഭാരപ്പെടുന്ന ചില വേദനയുടെ പ്രശ്നത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി കർത്താവ് ഒരു വാതിൽ തുറക്കുവാൻ പോകുക. നീ അറിയപ്പെടാത്ത മേഖലകളിലൂടെ ആമേൻ, നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ ആമേൻ, ഹല്ലേലൂയ, നീ ആമേൻ ചിന്തിക്കാത്ത തരത്തിൽ ചില കമ്പനികളിലൂടെ ജുഡബബ റമനഘടക ശംധന റവാനഘടകശി അർഥുന രഗൽ പ്രൗഢവന. എന്നോട് കർത്താവ് അങ്ങനെ പറയുന്നു. നീ ഒരു പ്രൊമോഷൻ ആണോ ആഗ്രഹിക്കുന്നത്? ദൈവം നിന്റെ കരത്തിൽ ഒരുക്കുവാൻ പോകുക. നിനക്ക് അച്ചീവ് ചെയ്യുവാൻ കഴിയുന്നില്ലേ? ഇന്ന് പകലിൽ നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ഒരുങ്ങപ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. ജുഡബന ശിയാംതനാരകൾ ഘടകശി. ദൈവത്തോടൊപ്പം ചേർന്ന് നടന്നാൽ ഞാൻ പറയട്ടെ, ആ വെളിച്ചം നിന്റെ കുടുംബത്തിനകത്ത് വീശുവാനിടയായി തീരും. ഇവിടെ എന്താ നമ്മൾ വായിച്ചതിൻ്റെ സന്ദർഭം? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അതിൻ്റെ തൊട്ട് മുമ്പ് 16-18 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ആമേൻ പൗലോസും ശീലാസും കടന്നു പോകുമ്പോൾ ആമേൻ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ ആമേൻ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തി കൊടുക്കുന്ന ഒരു ബാല്യക്കാരൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ആമേൻ പൗലോസിന്റെയും ശീലോസിന്റെയും പ്രസംഗം കേട്ട് അവൾ മാനസാന്തരപ്പെട്ടു. ആമേൻ, അവിടെ എന്താ സംഭവിച്ചത്? യജമാനന്മാർക്ക് കൊള്ള ലാഭം കൊടുത്തുകൊണ്ടിരുന്ന വെളിച്ചപ്പാടത്തിക്കാരി, അവളുടെ ആമേൻ വെളിച്ചപ്പാടത്തി എന്ന് പറഞ്ഞാൽ എന്താ? ആമേൻ കൈയുടെ ലക്ഷണം നോക്കി, ആമേൻ അവരുടെ മുഖത്തിന്റെ ലക്ഷണം നോക്കി, അവരുടെ ഭാവി, അവരുടെ ഭൂതം, അവരുടെ ഇന്നലകളെയൊക്കെ പ്രവചിക്കുന്ന ഒരു സ്ത്രീ. ആ കിട്ടുന്നതിൽ നിന്നുള്ള കൊള്ള ലാഭം ആമേൻ ആ ബാല്യക്കാര്യത്തിക്ക് അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം ഇവളെ വെച്ച് ആമേൻ ഉപജീവിക്കുന്ന കുറെ കള്ള യജമാനന്മാരുണ്ടായിരുന്നു. അവരുടെ പണിയാണ് ഇവളെ വെളിച്ചപ്പാടത്തിയാക്കി എന്നും അവളെ ഈ ദേശത്തിന് ഒരു വെളിച്ചപ്പാടത്തിയാക്കി ഇവളെ ഒരു കുടുംബത്തിൽ പ്രവേശിപ്പിക്കത്തില്ലെന്ന് അവകാശം പറഞ്ഞ് വെല്ലുവിളിച്ച് ആമേൻ ഇവളുടെ മൈൻഡിനെ മൂടിക്കെട്ടി ഇവളിൽ മേൽ ആ ദുഷ്ടശക്തിയെ ആവഹിച്ചുകൊണ്ട് ഇവളെ ഒതുക്കി കൂട്ടിയ യജമാന്മാർ. ആമേൻ, ഇന്ന് പകലിലും എൻ്റെ
ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബമേ, എവിടെയൊക്കെയോ നിന്റെ കുടുംബത്തിനകത്തും നിന്റെ ദേശത്തിനകത്തും നിന്റെ തലമുറയുടെ ഭാവിയെ നോക്കി പ്രവചിക്കുന്ന പിശാചുണ്ട്. ഇതിനെ വിട്ടുതരത്തില്ല. അവൻ ഇതിനെ വിട്ടുതരത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നൊരു വിമോചനം നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ എവിടെയാണോ പിശാച് അവകാശം പറയുന്നത്, എവിടെയാണ് ആ തലമുറയുടെ ഭാവിയെ ബന്ധിക്കുന്നത്, ആ പോരിനെ കർത്താവ് ഇന്ന് വൈകിയ വേളയിൽ അഴിക്കുക. നമുക്കവിടെ കാണുവാൻ കഴിയും വളരെ ലാഭം, ഒന്നും രണ്ടുമല്ല, വളരെ ലാഭം കൊയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു വെളിച്ചപ്പാടത്തി. അവൾ ഒരു ബാല്യക്കാരത്തി കൂടെയായിരുന്നു, വിവാഹം കഴിക്കാത്ത ഒരു ബാല്യക്കാരത്തി പെൺകുട്ടി. എന്താണ് അവളോട് സംസാരിച്ചത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൻ സംസാരിച്ചത് കേട്ട് അവൾ മാനസാന്തരപ്പെട്ടു. അവളുടെ മേൽ വെല്ലുവിളിച്ച് നിന്ന് ആ ദുഷ്ടശക്തി അവളിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇത് ആർക്കിഷ്ടപ്പെട്ടില്ല? ഈ യജമാനന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പൗലോസിന്റെയും ശീലാസിന്റെയും പ്രസംഗം ഈ വെളിച്ചപ്പടത്തിക്കാരിക്ക് മാത്രമല്ല. 12 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, ലുദിയ, രക്താംബരം വിട്ടുകൊണ്ടിരുന്ന ലുദിയ എന്ന സ്ത്രീ, അവളുടെ ഹൃദയവും ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. അവളും മാനസാന്തരപ്പെട്ടു. യജമാനന്മാർക്ക് മനസ്സിലായി, ഇനി ഇവളുമാരെ കൊണ്ടുള്ള കൊയ്ത്ത് ഞങ്ങൾക്ക് കുറയും, അതിനുവേണ്ടി ഇവന്മാരെ ആദ്യം ഞങ്ങൾക്ക് പിടിച്ചടക്കണം. കാരണം സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവളുമാരെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇവരെ പിടിക്കുന്നതിനേക്കാൾ, ഇവളുമാരെ ശകാരിക്കുന്നതിനേക്കാൾ ഇവന്മാരെ പിടിച്ചു കാരാഗ്രഹത്ത് എടുത്തുകിടാം. ഇവന്മാരിനി പുറത്തു വരരുത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഇതാ, നീ പുറത്തു വരാൻ സമയമാകുമ്പോൾ, നിന്നിന്മേലുള്ള അഭിഷേകം പുറത്തു വരുമ്പോൾ, നിന്റെ വിഷയത്തിനകത്തുള്ള വിടുതൽ പ്രാപിക്കുവാൻ നീ തയ്യാറായി വരുമ്പോൾ പിശാച് തന്നെ വിടത്തില്ല. പിശാചിന് അറിയാം നിന്റെ എവിടെ പിടിക്കണം, എവിടെ നിന്നെ താഴ്ത്തിക്കെട്ടണം, എവിടെ പിടിച്ചാൽ നീ വീഴുമെന്നറിയാം. അതുകൊണ്ട് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോളണം. പിശാച് തന്ത്രവുമായി വരുമ്പോഴേ നീ തിരിച്ചറിഞ്ഞോളണം, പിശാചേ, നിനക്ക് എന്നെ കുലുക്കുവാനേ കഴിയത്തുള്ളൂ, പക്ഷെ എന്നെ പൊളിക്കാൻ കഴിയത്തില്ല. അല്പകാലത്തേക്ക് നീ എന്നെ കുലുക്കിക്കൊണ്ടിരിക്കത്തേയുള്ളൂ, പക്ഷെ എൻ്റെ കുടുംബത്തെ തൊടുവാൻ കഴിയത്തില്ല, എൻ്റെ തലമുറയെ തൊടുവാൻ കഴിയത്തില്ല, എൻ്റെ വിശ്വാസ ജീവിതത്തെ തൊടുവാൻ കഴിയത്തില്ല, എൻ്റെ ആരോഗ്യത്തെ തൊടുവാൻ കഴിയത്തില്ല, എൻ്റെ ബുദ്ധിയെ തൊടുവാൻ കഴിയത്തില്ല, എൻ്റെ കുടുംബ ജീവിതത്തെ തൊടുവാൻ കഴിയത്തില്ല. Praise the Lord. Hallelujah. പിശാചിനെ കുലുക്കുവാനേ പറ്റത്തുള്ളൂ. പക്ഷെ ബാക്കി ഇരിക്കുന്നത് ആരുടെ കയ്യിൽ? അപ്പൻ്റെ കയ്യിൽ. പരീക്ഷ മാത്രമേ നടക്കത്തുള്ളൂ. അതിനെ പരാജയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നീ കാണത്തില്ല, വിജയിയുടെ കൂട്ടത്തിലേ കാണത്തുള്ളൂ. പിശാച് വന്ന് നോക്കുന്നത് പരാജയത്തിന്റെ ലിസ്റ്റിലാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്നെ അതിന് മുന്നേ വിജയക്കൊടിയുടെ ലിസ്റ്റിലേക്ക് നിന്നെ ട്രാൻസ്ഫർ ചെയ്തു. പിശാച് ലജ്ജിക്കത്തക്ക രീതിയിൽ, ശത്രു ലജ്ജിക്കത്തക്ക രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അടുത്തൊരു കാൽവെപ്പ്, അടുത്തൊരു കാൽച്ചുവട് ചൂടവന റമനഘടക ശംതനാരകൾ ഘടക സിയാംതനെ സ്വർഗമൊരുക്കുവാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ലുദിയയുടെയും വെളിച്ചപ്പടത്തിയുടെയും മനസ്സാന്തരം കണ്ട് യജമാനന്മാർക്ക് ഭയമുണ്ടായി. കാരണം ഇത്രയും നാൾ അവർ ചെയ്തത് തെറ്റാണെന്ന് ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അവരുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. ഒരിക്കൽ തുറന്നു കൊടുത്ത വാതിൽ പിന്നെ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം അത് കൊണ്ടതെവിടെയാ? അവളുടെ ഹൃദയത്തിലാ, അവളുടെ ശരീരത്തിനകത്ത്. ഇത് അകത്ത് ചെന്നാൽ പിന്നെ മിണ്ടാതിരിക്കുവോ? ഇതിന്റെ സത്യത്തിന്റെ തീനാളം അറിയുന്നത് വരെ അതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്തെന്ന്, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ എന്തെന്ന് അവരറിഞ്ഞു. കാരണം ഇത് ഒരിക്കലും 2 പ്രാവശ്യവുമല്ല, പലവട്ടം ഇവർ ഈ സുവിശേഷം കേട്ടു. അവസാനം യഥാർത്ഥമായി ഒരു വചനം അവരുടെ ഉള്ളിനകത്ത് ചെന്നപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന പാപത്തെ ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറായി. അപ്പോൾ യജമാനന്മാർക്ക് മനസ്സിലായി, ഇനി ഇവരിൽ നിന്നൊരു കൊള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവരെ പിടിച്ചിട്ട് കാര്യമില്ല. പിടിക്കേണ്ടവനെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെയും ശീലാസിനെയും അധികാരികൾ എന്ത് ചെയ്തു? അവരെ ഒത്തിരി ഉപദ്രവിച്ചു. അതിന്റെ 22ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അധിപതികൾ അവരുടെ വസ്ത്രം പരിച്ചുറിഞ്ഞു. അവരെ വിവസ്ത്രനാക്കി, വസ്ത്രം വലിച്ചുരിഞ്ഞ് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അധിപതികൾ കാരാഗ്രഹത്തിനകത്ത് പൂട്ടുന്നതിന് മുമ്പേ അവരെ വളരെയധികം ഉപദ്രവിച്ചു. വിവസ്ത്രനാക്കി, വസ്ത്രമില്ലാത്തവനാക്കി, അടിച്ചു മുറിവേൽപ്പിച്ചു, വേദനിപ്പിച്ച് ഇനി നീ പുറത്തു വരരുത്, നീയൊക്കെ കള്ള
കള്ളന്മാരാണെന്നും നീയൊക്കെ പറയുന്നത് സത്യമല്ലെന്നും പറഞ്ഞ് വേദനിപ്പിച്ച് അവരുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുപോലെ വേദനിപ്പിച്ച് എവിടെയാക്കി? കാരാഗ്രഹത്തിനകത്താക്കി. അതും ഒരു വെറും കാരാഗ്രഹമാണോ? ആമേൻ, ആമേൻ. നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. അവരെ തടവിലാക്കിയ ശേഷം കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെ വളരെ സൂക്ഷ്മതയോടെ, കാരണം അവർ ആമേൻ പുറം ലോകം കാണരുത്, ഒരു സാധ്യതകളും അവരുടെ മുമ്പിൽ ഉണ്ടാകരുത്. ആമേൻ, അവർ പ്രകാശം കാണുവാൻ, അവർ ആമേൻ ആമേൻ പുറം ലോകം കാണുവാനുള്ള ഒരു പ്രതീക്ഷയും അവർക്കുണ്ടാകരുത്. ആ തരത്തിൽ ഇവരെ സൂക്ഷ്മതയോടെ കാൽക്കുകയും ആമേൻ, ഹല്ലേലൂയ, അവരെ അകത്തെ തടവിലാക്കുവാൻ, ആമേൻ ആമേൻ, അവിടുത്തെ കാരാഗ്രഹങ്ങൾ ആമേൻ 1-ാം കാവൽ, 2-ാം കാവൽ, 3-ാം കാവൽ, അങ്ങനെ ഓരോ സെക്ഷനുകളായി ആമേൻ പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഓരോരുത്തരുടെയും കുറ്റത്തിനനുസരിച്ച്, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾക്കനുസരിച്ച് ആമേൻ കാരാഗ്രഹത്തിനകത്തേക്ക് ഓരോരോ ആമേൻ സെക്ഷനുകളുണ്ട്. അതിനകത്ത് ഇവരെ ആക്കി ആമേൻ പൂട്ടി ബന്ധിച്ചിടുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? അകത്തെ കാരാഗ്രഹം. ആമേൻ, ഞാൻ ആമേൻ ചിന്തിക്കുന്നു, ഏറ്റവും ഉള്ളിലത്തെ കാരാഗ്രഹത്തിനകത്ത് തടവിൽ ഇവരെ ആക്കി. പ്രൈസ് ദി ലോർഡ്. ഇവർ എന്ത് സംഭവിച്ചാലും, ആമേൻ, എന്തൊക്കെ പ്രശ്നം സംഭവിച്ചാലും, അഥവാ കാരാഗ്രഹ പ്രമാണിക്ക് എന്തെങ്കിലും ബുദ്ധിമോശം സംഭവിച്ചാലും, ഇവർ ആമേൻ ഏറ്റവും പുറകിലത്തെ ഈ ആമേൻ അകത്തെ കാരാഗ്രഹത്തിനകത്തു നിന്നും ഇവർ പുറത്തു വരരുത്. ഓൾറെഡി ചിന്തിക്കുക, ഈ അകത്തെ കാരാഗ്രഹം എന്ന് പറയുമ്പോൾ ആമേൻ അതിനകത്ത് ഇവരെ ആമത്തിൽ പൂട്ടി. ആമേൻ, ഇവർ പുറത്തു വരാതിരിക്കാൻ, എന്ത് സംഭവിച്ചാലും ഇവർ പുറത്തു വരാതിരിക്കുവാൻ ഇവരെ ആമത്തിൽ ബന്ധിച്ചു, ഇവരെ പൂട്ടിയിട്ടു. ഹല്ലേലൂയ. ആമേൻ, ഇവരുടെ കാലുകളെ ആമേൻ ബന്ധിച്ച്, ആമേൻ ഇവരുടെ കൈകളെയും ബന്ധിച്ച്, ആമേൻ ഇവരെ അതിനകത്ത് ബന്ധനത്തിലാക്കി. അവിടെ ഇരുട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത തരത്തിൽ ആമേൻ ഇവരെ ഇരുട്ടിലായിരുന്നായിരിക്കും. അകത്തെ ആമേൻ തടവറ എന്ന് പറയുമ്പോൾ ഇരുളായിരിക്കും. അവിടെ ആമേൻ വെളിച്ചത്തിന്റെ ഒരു കിരണം പോലും ഇല്ലാത്ത സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, അങ്ങനെ ഒതുക്കിയ അനുഭവം ഇന്ന് പകലിലും ഞാൻ പറയട്ടെ, പലരുടെയും ജീവിതത്തിനകത്ത് നീ ഒരിക്കലും പുറത്തു വരരുത്. നിന്റെ സ്വപ്നങ്ങളെല്ലാം ഇതോടെ തീരണം. ചില പ്രശ്നങ്ങൾ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയാ, ഇതോടെ അവസാനിച്ചു, ആമേൻ, അല്ലെങ്കിൽ ഇതോടെ ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം, ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്നവരുണ്ട്. ആമേൻ, പ്രശ്നത്തിന്റെ ആഴം എന്തെന്നറിഞ്ഞ് ആമേൻ ഒരു വെളിച്ചം കാണുവാൻ കഴിയാതവണ്ണം ഇരുളിൽ തപ്പിത്തടയുന്ന നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, കാരാഗ്രഹ പ്രമാണിക്ക് ആമേൻ അകത്തെ ആമേൻ 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 കാരാഗ്രഹത്തിന്റെ അറയ്ക്കകത്തിട്ട് പൂട്ടാനേ കഴിഞ്ഞുള്ളൂ. പക്ഷെ അവന്റെ നാവിനെ ബന്ധിക്കുവാൻ, പൗലോസിന്റെയും ശീലാസിന്റെയും നാവിനെ ബന്ധിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ആമേൻ, ഞാൻ പറയട്ടെ, ആമേൻ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, സ്തുതിക്ക് അത്രയും വലിയ പ്രസക്തിയുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് നാവ് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അധരം തുറന്ന് ഇന്ന് രാത്രിയിലോ നീ ദൈവസ്ഥലത്ത് നിന്ന് സമർപ്പിക്കുവാൻ, നിലവിളിക്കുവാൻ തയ്യാറാകുക. അടങ്ങിയിരിക്കുവാൻ പലരും പറയും, ചലിക്കരുതെന്ന് പറയുവാൻ പലരും പറയും, ആമേൻ കൈകാലുകൾ അനക്കരുതെന്ന് പലതും പറയും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമത്തിൽ ബന്ധിക്കപ്പെട്ട ആരോ ഇന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയോ. ചലനമറ്റ ചിലത് ഇനി ഒരിക്കലും ചലിക്കത്തില്ലെന്ന് പറയുന്നത്, ആമേൻ നിർജീവമായി പോയത് ഇനി ഒരിക്കലും പുറത്തു വരത്തില്ല, നീ പ്രതീക്ഷിക്കുന്നത് കിട്ടത്തില്ലെന്ന് പറയുന്ന ആ കാരാഗ്രഹം, യെസ്, അതെ, ആ കാരാഗ്രഹം എവിടെ പൂട്ടിയോ അതേ സ്ഥാനത്ത് എന്റെ ദൈവം റിലീസ് ചെയ്യുന്ന പകല ചൂടബാം എനിക്കറിയത്തില്ല, എന്നോട് കർത്താവ് അങ്ങനെ പറയുവാൻ പറയുന്നു. ആമൻ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആരൊക്കെയോ ചേർന്ന് പൂട്ടിയത്, ആരൊക്കെയോ ചേർന്ന് താഴിട്ട് പൂട്ടി, ഇനി അതിനകത്തൊന്നൊരു പ്രതീക്ഷയില്ല. ആമൻ ആമൻ അവസാനിച്ചു. ഇമ്പോസിബിൾ. വൈദ്യശാസ്ത്രം പറയും, ലോകം പറയും, ഏത് മനുഷ്യരും പറയട്ടെ, ഞാൻ പറയട്ടെ, നീ കണ്ട യേശു, നീ കണ്ട അത്ഭുതം ഇതല്ല. നീ ആമൻ അത്ഭുതങ്ങളെ കാണുവാൻ കിടക്കുന്ന ുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ആമേൻ, ചില വ്യക്തികളുടെ ചരിത്രങ്ങളെ കർത്താവ് മാറ്റും. ലോകം എഴുതിയ വിധികളെ, ലോകം പറഞ്ഞ ചില ആമേൻ വിധിയെഴുത്തുകളെ മാറ്റുവാൻ കഴിവുള്ള ജൂഡബബ റബനഗടക ശംതനാരകൾ കടകശി അർത്ഥപ്രൗഢവന വൈശമന അടകശിയാംതന. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ലോകത്തിന് വിധി എഴുതുവാനും കാരാഗ്രഹത്തിനകത്ത് തടവറയ്ക്കകത്ത് പൂട്ടുവാനേ പറ്റത്തുള്ളൂ. പക്ഷേ ആമേ, ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഏത് കാരാഗ്രഹത്തിന്റെ വാതിലും തുറക്കാൻ പറ്റുമോ? ആമൻ, ഇത്രയും പ്രസംഗിക്കുന്ന, അത്ഭുതം പ്രവർത്തിക്കുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി അവർക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന
ആരാധനയുടെ ശക്തി എന്തെന്ന് നിന്റെ അടുത്തിരിക്കുന്നവർക്കറിയത്തില്ല, നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അത് മതി ചില ചങ്ങലകൾ തകരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കാരാഗൃഹ പ്രമാണിയോട് അധിപതികൾ പറഞ്ഞു, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. കാരണം ഇവന്മാർ ചെറിയ പുള്ളികളല്ല. കാരണം ഇവർക്ക് ലാഭം കൊയ്തുകൊണ്ടിരുന്ന ലുദിയെയും വെളിച്ചപ്പാടിയെയോ ആമേൻ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ, അവരുടെ ഹൃദയം തുറന്നുവെങ്കിൽ, ആമേൻ, ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇവൻ ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും എന്ത് സംഭവിച്ചാലും ഇവൻ പുറത്തിറങ്ങരുത്. ഇനി ആമൻ ഇവർ കാരണം ഒരു വ്യക്തിയും ദൈവത്തെ അറിയരുത്. പ്രൈസ് ദി ലോർഡ്. അത് അധിപതികളുടെ പദ്ധതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകം നിന്നെക്കുറിച്ച് എഴുതുന്ന പദ്ധതി ഒന്നെങ്കിൽ ഞാൻ പറയട്ടെ, അതിനു മുമ്പേ ദൈവം ഒരു വലിയ അത്ഭുതത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ടാ നീ ചിലതിനകത്ത് കടക്കുന്നത്, ചില കാരാഗ്രഹത്തിനകത്ത് നീ പോകുന്നത്. ദൈവം ഏറ്റവും ആമേൻ മുന്നെന്ന് കരുതിയിട്ടാ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ വിടുതൽ കർത്താവ് ഒരുക്കിയിട്ട ആമേൻ ചില പരാജയങ്ങൾ വരുന്നത്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുവാൻ പറയുന്നു. ചില പരാജയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചത് ദൈവം ഇന്നലെയെ ഒരു വാതിൽ നിന്റെ കുടുംബത്തിനകത്ത് തുറന്നിട്ടാ എന്നോട് അങ്ങനെ പറയുവാൻ പറയുന്നു. ചിലരുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില പരാജയങ്ങൾ സംഭവിച്ചത് അവൻ ഇന്നലെയെ നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില സമയം ഒന്ന് കരയേണ്ടി വരും. ആ കരച്ചിൽ കഴിഞ്ഞ്, ആ പരീക്ഷ കഴിഞ്ഞ് നീ പുറത്തു വരുന്നത് ആമേൻ ഇന്നലെ വരെ നിന്റെ കുടുംബം കണ്ടിട്ടില്ലാത്ത വലിയൊരു ദൈവമഹത്വം. എവിടെ കരഞ്ഞോ, എവിടെ ആഴക്കടലിൽ മുങ്ങിപ്പോകുമെന്ന് നിലവിളിക്കുന്നു, അതേ കടലിൽ ആമേൻ അതേ സ്ഥാനത്ത് മുങ്ങാതെ വണ്ണം നിന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു അരുമനാഥനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പിന്നെ എന്താ സംഭവിച്ചത്? ആമേൻ അവരുടെ കാലുകളെ ആമത്തിലിട്ട് പൂട്ടി. പ്രൈസ് ദി ലോർഡ്. ആമത്തിലിട്ട് അവരുടെ ആമേൻ കാലുകളെ ബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 25 ഇപ്രകാരം പറയുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും സീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ആമേൻ. ഇത് തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസിനും സീലാസിനും ആകപ്പാടെ അറിയാവുന്ന ഒരു പരിപാടി ആമേൻ ദൈവത്തെ പാടി സ്തുതിക്കുക. ഇന്ന് പകലിലും എനിക്കും അറിയാവുന്നുള്ളത് ഇത് മാത്രമാ. ആമേൻ. നിങ്ങൾക്കും അറിയാവുന്നുള്ളത് ഇത് മാത്രമാ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, അർദ്ധരാത്രി ആമേൻ പൗലോസും സീലാസും എന്താ ചെയ്തത്? ഇവന്മാർക്ക് ഞങ്ങളെ ബന്ധിക്കാനല്ലേ പറ്റിയുള്ളൂ, ഇവന്മാർക്ക് ഞങ്ങളെ ആമത്തിലിട്ട് പൂട്ടാനല്ലേ പറ്റിയുള്ളൂ. ആമേൻ. അവർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ആരാണ് ഇതിനകത്ത് ബന്ധിച്ചത് അവനെ കർത്താവ് ആദ്യം തൊടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ ആരാണോ ബന്ധിച്ചത്, യെസ് ആമേൻ, ഇന്ന് രാത്രി ആമേൻ ഈ പകൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ, നീ വിശ്വാസത്തോടെ നീയും അതുപോലെ പ്രാർത്ഥിക്കുക. നിന്നെ ആരാണോ ബന്ധിച്ചത്, നീ എവിടെയാണോ ബന്ധിക്കപ്പെട്ടത്, ആമേൻ അതിനെ പുറത്തു കൊണ്ടുവരാനാ നീ അവിടെ ബന്ധിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്നെ ആരാണോ പ്രശ്നത്തിനകത്ത് കുരുക്കിയത്, നിന്നെ ആരാണോ തകർക്കുവാൻ ശ്രമിച്ചത്, യെസ് നിന്നിലൂടെ അവിടെ ഒരു ദൈവപ്രവൃത്തിയെ സ്വർഗം അയക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനും സീലാസിനും ആകപ്പാടെയുള്ള പരിപാടി നമ്മളെപ്പോലെ ആമേൻ പാടുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസിനും സീലാസിനും അറിയാം, ഈ പാട്ടും സ്തുതിയും മുകളിൽ എത്തുമ്പോൾ കർത്താവ് എന്തെങ്കിലും ചെയ്യും. കാരണം അവർ കിടന്നത് ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയാ. ഇന്ന് വൈകിയ വേളയിൽ ക്രിസ്തുവിന് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് സഹിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളണമേ, അത് നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതലിന്. അഭിഷിക്തന്മാരെ കേട്ടോളണേ, നിന്റെ കുടുംബത്തിനകത്ത് നീ സുവിശേഷം അറിഞ്ഞതുകൊണ്ട്, ആമേൻ അപ്പന്റെ പെട്ടകം ചുമക്കുന്നത് കൊണ്ട് നീ എന്തിനെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളണം, അത് നിന്നോടുള്ള ദൂത. ആമേൻ. ദൈവത്തിന് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുണ്ട്. ആമേൻ. ഇരുളിൽ കിടക്കുന്ന ചിലതിനെ വെളിച്ചം അന്വേഷിച്ച്, യെസ് എന്നോട് കർത്താവ് അങ്ങനെ പ്രവചിക്കുവാൻ പറയുന്നു. ആമേൻ. ദിവസം വിദൂരമല്ല. ആമേൻ. ഇരുട്ടിൽ കിടക്കുന്നത് ആമേൻ ചിലതിനെ എന്റെ ദൈവം വെളിച്ചം ചോദിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ കഴിയും, തടവുകാർ ഈ പാട്ടും ആരാധനയും സ്തുതിയുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
കാരണം അവർക്ക് വാണിംഗ് ഉണ്ട്. ഇവരെന്തൊക്കെ ചെയ്യുന്നു, ആമൻ, ഇവരെന്താ പ്രവർത്തിക്കുന്നത്, ആമൻ, എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഒരു അപ്ഡേഷൻ അവർക്ക് കൊടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമൻ, ആമൻ. തടവുക ഇത് ആമൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഇവരുടെ സ്തുതിയും സ്തോത്രവും എവിടെ ഉയർന്നു? പെട്ടെന്നൊരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ആമൻ, വാതിലൊക്കെയും തുറന്നു. പ്രൈസ് ദി ലോർഡ്. ആമൻ, ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ആമൻ, അതൊരു വലിയ പവർഫുൾ കേട്ടോ. ആമൻ, അതൊരു ഭയങ്കര ദൂതുവാ. ആമൻ, അവർ പ്രശ്നത്തിന്റെ നടുവിലായിരിക്കുമ്പോഴും അവരുടെ നോട്ടവും അവരുടെ ആമൻ ആഗ്രഹവും മുഴുവനും സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം കഠിനമാകുമ്പോഴും നിന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആമൻ, നിന്റെ സ്തുതിക്ക് കുറവ് വരരുത്, നിന്റെ സ്തോത്രത്തിനും കുറവ് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിലേയും പറഞ്ഞത്, നീ ഇവിടെ സ്തുതിക്കുമ്പോൾ ആമൻ അവിടെ അത്ഭുതം നടക്കും. ആമൻ, ഇവിടെ നീ സ്തുതിക്കുമ്പോൾ ആമൻ തലമുറയിൽ അവിടെ അത്ഭുതം നടക്കും. ഇവിടെ നീ സ്തുതിക്കുമ്പോൾ രാജ്യം കടന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് അവിടെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആമേൻ പൗലോസും ശീലാസും പാടി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ഭൂകമ്പം, ചെറിയൊരു ഭൂകമ്പമല്ല. ആമേൻ, വലിയൊരു ഭൂകമ്പമുണ്ടായി. പിന്നെ സംഭവിച്ചത് മുഴുവന് ആമേൻ അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിൽ വാതിലുകളൊക്കെയും തുറന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഫസ്റ്റ് തുറന്ന വാതിൽ ഏതായിരിക്കും? പൗലോസും ശീലാസും കടന്ന വാതിലായിരിക്കും. ആമേൻ. ഇന്ന് രാത്രി അതൊരു പ്രവചനദൂത. ഇന്ന് പകൽ നീ സ്തുതിക്കുമെങ്കിൽ, നീ സ്തോത്രം കൊടുക്കുമെങ്കിൽ ആ വാതിൽ തുറക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഏത് പ്രശ്നത്തിനകത്താണ് ചാടിക്കടക്കുവാൻ കഴിയാതെ വണ്ണം അടഞ്ഞിരിക്കുന്ന മണ്ഡലത്തെ നോക്കി കരയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നു, ആ അടഞ്ഞ വാതിലിനെ സ്വർഗം തുറക്കുന്നതിന് കാരണമാക്കി തീർക്കും. ചൂടമന രമനഘടക ശബ്ദനാരകൾ ഘടക ശിയാംതരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമൻ, ഒരു ചെറിയൊരു സ്തുതി കൊണ്ട് ആമൻ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറപ്പിച്ചു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ അവൻ കുലിപ്പിച്ചു. കാരാഗ്രഹം എന്ന് പറയുമ്പോൾ ആമൻ, ഹല്ലേലൂയ, അന്നത്തെ സമയം ആമൻ അത്രത്തോളം ഇരുമ്പഴികളും ആമൻ, ഹല്ലേലൂയ, ആമൻ കല്ലുകളും കൊണ്ട് നിർമ്മിച്ച, ആമൻ ബലമുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആമൻ തടവറകളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനറിയാം, ചെറിയൊരു കുലുക്കം കൊണ്ട് ഇവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. യേശു കർത്താവിന് വേണമെങ്കിൽ ആമൻ, ഹല്ലേലൂയ, അതിനകത്ത് നിന്ന് ഇവനെ അപ്രത്യക്ഷമാക്കായിരുന്നു, ഇല്ലേ? ആമൻ, ഇവരെ അടിക്കുന്ന സമയം, ഇവർ ആമൻ വിവസ്ത്രരായി തീർന്ന സമയം കർത്താവിന് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ആമൻ ആമൻ അത്ഭുതം അതിനകത്ത് സൃഷ്ടിച്ച് ഇവരെ പുറത്തു കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഇല്ല. ആമൻ, ദൈവം ആരെന്ന് പാടി സ്തുതിക്കുന്നവനെ തൊട്ടാൽ എന്താണെന്ന് ചിലത് അറിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, സ്തുതിക്കുന്ന നിന്നെ നോക്കി, പ്രാർത്ഥിക്കുന്ന നിന്നെ നോക്കി ആരെങ്കിലും ആമൻ നിന്നെ തകർക്കുവാൻ നോക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് വെറുതെ വിടുവോ? ആമൻ, ഞാൻ പറയട്ടെ, നിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളിയാക്കിയ പോലും കർത്താവ് വിടുവോ? അതിന് തെളിവാ പൗലോസും ശീലാസും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ വിവസ്ത്രനായി തീർന്നു. സുവിശേഷം പറഞ്ഞവർ, ഇവരിലൂടെ ഒത്തിരി പേർ മാനസാന്തരപ്പെട്ടവർ, പത്രോസിന്റെ നിഴൽ പോലും തട്ടി സൗഖ്യം പ്രാപിച്ചവരുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. വെള്ളിയോ പൊന്നോ അവർക്ക് കൊടുക്കാനില്ല. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക എന്ന് അധികാരത്തോടെ കൽപ്പിച്ചപ്പോൾ ആമേൻ മുടന്തൻ നടന്നിട്ടുണ്ട്, ചെകിടൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആമേൻ ആമേൻ പൈതലിനെ തൊട്ടാൽ കർത്താവ് വിടുവോ? ആമേൻ. അടിസ്ഥാനം കുലക്കും. നിന്റെ തെളിവ്, നിന്റെ കുടുംബത്തെ ആരെ തകർക്കുവാൻ ശ്രമിച്ചാലും ദൈവം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കിയതുപോലെ നിന്റെ ശത്രുവിന്റെ അടിസ്ഥാനത്തെ പൗലോസിനെയും ശീലാസിനെയും പുറത്തിറക്കാൻ വേണ്ടി അവിടെ എന്ത് സംഭവിച്ചു? ഭൂകമ്പമുണ്ടായി. ആമേൻ. സ്തുതിയും സ്തോത്രവും ഉയർന്നപ്പോൾ സംഭവിച്ചതാ. ആമേൻ. പ്രിയ ദൈവ പൈതലേ, ആമേൻ, നിനക്ക് കുറച്ച് ചിലപ്പോൾ സ്തുതിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നിന്റെ സാഹചര്യം എന്താണ് അതുപോലെ അവിടെ കിടന്ന് നീ പറ. കാരാഗ്രഹത്തിനകത്ത് കാലാമത്തിൽ പൂട്ടിയപ്പോഴും പൗലോസിനും ശീലാത്തിനും സ്തുതിക്കാൻ കഴിഞ്ഞെങ്കിൽ ആമേൻ, നീ അടങ്ങിയിരിക്കരുത്. ആമേൻ. നീ ബന്ധിക്കപ്പെട്ടവളല്ല, ബന്ധിക്കപ്പെട്ടവനല്ല. സ്തുതിച്ചു തുടങ്ങിക്കോ. ആമേൻ. ചില അടിസ്ഥാനങ്ങളെ കർത്താവ് വിളക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. വാതിലുകളൊക്കെയും തുറന്നു. പ്രൈസ് ദി ലോർഡ്. കൂടാതെ ആമേൻ നമുക്കവിടെ കാണുവാൻ കഴിയും, വാതിലൊക്കെയും തുറന്നു. ആമേൻ. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും ആമേൻ, എല്ലാവരുടെയും, പൗലോസിന്റെയും ശീലാസിന്റെയും മാത്രമല്ല, ആമേൻ, അതിനകത്ത് കിടന്ന ഒത്തിരി
നിരപരാധികൾ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ആമേൻ ചങ്ങലകളെ സ്വർഗം അവിടെ പൊട്ടിക്കുവാനിടയായി. ഞാൻ ചിന്തിച്ചത് ഇതാ, ആമേൻ എന്തിനാ അപ്പോൾ പൗലോസിനെയും ശീലാസിനെയും കർത്താവ് അതിനകത്ത് കൊണ്ടുപോയത്? ആമേൻ ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ടായിരുന്നു, ദൈവത്തിന് ചില പ്രവൃത്തി ചെയ്യാനുണ്ടായിരുന്നു, ദൈവത്തിന് ചില വീര്യപ്രവർത്തികൾ ആമേൻ ചെയ്യാനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്? ഭൂകമ്പം ഉണ്ടായത്. ആമേൻ അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ദൈവത്തിന് ഇറങ്ങിച്ചെന്ന് പൗലോസിനെയും ശീലാസിനെയും മാത്രം ആമേൻ അതിനകത്ത് നിന്ന് പുറത്തെടുത്താൽ മതിയായിരുന്നു. ആമേൻ പിന്നെ എന്താ അടുത്ത് സംഭവിച്ചത്? ഇതാ ഒരു കുടുംബം വെളിച്ചം അന്വേഷിച്ച് ആമേൻ ആ ഇരുളിൽ കിടന്ന് ആ കുണ്ടറയ്ക്കകത്ത് കിടന്ന പൗലോസിന്റെയും ശീലാസിന്റെയും അടുക്കൽ അവരെ പരാജയപ്പെടുത്തുവാൻ നോക്കിയവൻ ആമേൻ ഇതാ പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ ആമേൻ എങ്ങനെ വരികയാ? അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. പ്രൈസ് ദി ലോർഡ്. ആമേൻ അടിസ്ഥാനം കുലുങ്ങിയപ്പോൾ ആമേൻ കാരാഗൃഹ പ്രമാണിക്ക് മനസ്സിലായി ഇവൻ ചെറുതല്ല, ഇവന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ശക്തി, അത് ഒന്നിനും തകർക്കുവാൻ കഴിയുന്നതല്ല. ഇനി ഇവനോട് കളിച്ചാൽ ആമേൻ ഇനി ഞാൻ ഈ ഇരുട്ടിലിരുന്നാൽ ആമേൻ എൻ്റെ ജീവിതവും നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം അന്വേഷിച്ച് ആമേൻ അവൻ പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ ആമേൻ വിറച്ചുകൊണ്ട് ചാടി. കാരണം പൗലോസും ശീലാസും അവിടെ നിന്ന് ഓടിപ്പക്കഴിഞ്ഞാൽ ഈ കാരാഗ്രഹ പ്രമാണിയുടെയും കുടുംബത്തിൻ്റെയും കഥ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ അപ്പോൾ പൗലോസിനെ കർത്താവ് ആമേൻ ആ കാരാഗ്രഹത്തിനകത്താക്കിയത്? എന്തിനാ നിന്നെ ആ ദേശത്ത് കൊണ്ടിട്ടേക്കുന്നേ? എന്തിനാ നീ ചില കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്? നീ പൊന്നിലെപ്പോലെ പുറത്തു വരുവാൻ, നിന്റെ ലെവലിനെ മാറ്റുവാൻ, നിന്റെ പേരിനെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ, നിന്റെ അവസ്ഥയെ മാറ്റുവാൻ ആമേൻ കഴിവുള്ള നല്ല കർത്താവ് നിന്റെ ഏത് സാഹചര്യത്തെയും മാറ്റും. എന്തിനാപ്പോ പൗലോസിനെയും ശീലാസിനെയും ദൈവം ആ കാരാഗ്രഹത്തിനകത്ത് അയച്ചത്? ഇരുളിൽ കിടന്നൊരു കുടുംബമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഒന്നിനെ മാനസാന്തരപ്പെടുത്താൻ, ആ കുടുംബം രക്ഷിക്കപ്പെടുവാൻ, ആ കുടുംബത്തെ കൂടെ മാനസാന്തരപ്പെടുത്തുവാൻ ലുദിയമാർ മാത്രം അറിഞ്ഞാൽ പോരാ. ആമേൻ വെളിച്ചപ്പടത്തികൾ മാത്രം ചെയ്താൽ പോരാ, അറിഞ്ഞാൽ പോരാ. ആ കാരാഗ്രഹ പ്രമാണിയും ആ ഇരുളിൽ കിടക്കുന്ന ബന്ധനത്തിൽ കിടക്കുന്ന അനേകരെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ പുറത്ത് കൊണ്ടുവരുവാനോ കർത്താവ് പൗലോസിനെയും ശീലാസിനെയും ആ കാരാഗ്രഹത്തിനകത്താക്കിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നം ഏതുമാകട്ടെ, നിന്റെ സാഹചര്യം ഏതുമാകട്ടെ, ആ സാഹചര്യത്തിലും സ്തുതിക്കുവാനുള്ളൊരു മനസ്സ് വേണോ? അങ്ങനെ സ്തുതിക്കുവാൻ തയ്യാറാണോ? ഇന്ന് പകലൊന്ന് ചാടി എഴുന്നേറ്റോ. ആമേൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമത്രേ. ഇന്ന് പകലിൽ സ്തുതിക്കുവാൻ ആര് തയ്യാറാകും? സ്തോത്രം പറയുവാൻ ആര് തയ്യാറാകും? പ്രശ്നത്തെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അടിസ്ഥാനങ്ങളെ അവൻ കുലുക്കുവാൻ പോകുന്നു. യെസ്, ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി, ഒരു വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് നീ അനുഭവിക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആ അത്ഭുതം കാണും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ അത്ഭുതം കാണും. ആമേൻ. എനിക്ക് വേണ്ടി ചില കാരാഗ്രഹങ്ങളുടെ വാതിൽ തുറക്കും. എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ സ്വർഗം ആമേൻ വഴിമാറ്റി വിടും. ചൂടവന രമനഘടക ശംധനാരകൾ കടകശി അന്തപ്രൗഢ ശംധാരകന അധുനാരകൾ കടകശി അംതേനെ വൈഡമന ഹദനഘടകശി. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ആ വിടുതൽ അനുഭവിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആ വിടുതൽ ഞാൻ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ വിടുതൽ അനുഭവിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ഇന്ന് പകൽ ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ.
പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കാറ്റായി വീശണമേ. നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. നദിയായി ഒഴുകണമേ. കരങ്ങളെ തട്ടിയന്റെ ഭാഷകളെ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് ഈ രാത്രിയിലും ആമേൻ ഈ പ്രതികൂല കാലാവസ്ഥയുടെ മധ്യത്തിൽ ഈ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നത് വർഷങ്ങളായി നിന്നെ അടച്ചു വെച്ച നിന്റെ സന്തോഷങ്ങളെ കവർന്നു കളഞ്ഞ നിന്റെ അനുഗ്രഹങ്ങളെ കടന്നു പറഞ്ഞ ഓറാതിരെ ഷെഖനെ റദരെ ശന്താരകന ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ചില വർഷങ്ങളായി നിന്റെ സന്തോഷത്തെ അടച്ചു വെച്ച, ചില വർഷങ്ങളായി നീ അനുഭവിക്കേണ്ട സന്തോഷത്തിന്റെ അനുഭവങ്ങൾ അടച്ചു വെച്ച ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇന്ന് ഈ വൈകിയ വേളയിൽ സ്വർഗം പൊളിക്കുക. ആരാധാരാശകരെ സ്തുതിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ. ഓ ശേഖരെ റാധരെ ശന്താരകന ദീപൽ ബൗഡ ശന്തോർഗനേശ്വരനാമത്തിൽ സഹോദരി ചില വർഷങ്ങളായി നിന്നെ കണ്ണുനീര് കൊടുപ്പിക്കുന്ന സഹോദര, ചില വർഷങ്ങളായി നിന്നെ കണ്ണുനീർ കൊടുപ്പിക്കുവാൻ തക്കവണ്ണം ഓ ശേഖരെ റാധരെ ശന്താരകനേശ്വരനാമത്തിൽ ഈ വീഡിയോയിലൂടെ കേൾക്കുന്ന സഹോദര കേൾക്ക്. നിന്നെ ചില വർഷങ്ങളായി കടക്കാരനാക്കി ഒതുക്കിക്കൊട്ടുന്ന പലയിടങ്ങളിലും എത്തപ്പെടുവാൻ നീ ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചിട്ടും ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ പകുതി വഴിക്ക് നിന്നെ മടക്കി അയക്കുന്ന, ഉപദ്രവിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് 3 തവണ പരാജിതനായി നീ മടങ്ങി. ഇന്ന് ഈ സമയം വിളിച്ചു പറയട്ടെ, നീ ശബ്ദം കേൾക്കുന്ന സമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ആമേൻ. യൂറോപ്പിന്റെ വാതിലുകൾ ഓ ഷെഖനെ റദരെ ശന്താർഗന പൗലോസിനും ശീലാസിനും മുമ്പിൽ തുറന്നതുപോലെ ചില വാതിലുകളെ സ്വർഗം തുറക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സ്തുതിക്കുമ്പോൾ ചില അടിസ്ഥാനങ്ങൾ ഇളകി ആരാധാര ഷെഖനെ റദരെ ശന്താർഗന ദീപൽ ബൗഡ ശന്തോർഗന യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ ശക്തീകരിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ ചലിക്കട്ടെ. ഈ ദേശത്തിന് മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്നപ്പാ, ഇവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയ കൃപയ്ക്കായി ഈ വരുന്ന ആഴ്ച മുഴുവൻ ഇവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഈ വരുന്ന ആഴ്ച മുഴുവൻ ഇവർക്ക് മുമ്പിൽ വാതിലുകൾ തുറന്നിരിക്കട്ടെ. ഈ വരുന്ന ആഴ്ചകളിൽ ഇവർക്ക് മുമ്പിൽ ശത്രു അടച്ചു കളഞ്ഞ വാതിലുകൾ തുറക്കട്ടെ. ആ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. വാഗ്ദത്തത്തിലേക്ക് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.